Hi friends, welcome to my channel. 2026 Mercy Chance exam notification കേരള യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ തിങ്ക് ചെയ്യുന്നു അത് ഇറ്റ് മേ ബി ഓൺ നെക്സ്റ്റ് 2027 ഏപ്രിൽ ആയിരിക്കും നെക്സ്റ്റ് മേഴ്സി ചാൻസ് എക്സാംസ് കേരള യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ മേഴ്സി ചാൻസ് എഴുതാനുള്ള സ്റ്റുഡൻസിന് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇത്രയും മന്ത്സ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ 2027 ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ മേഴ്സി ചാൻസ് എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു മേഴ്സി ചാൻസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും ഒരു 5-6 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേപ്പർ കിട്ടാത്ത പാർട്ട് 1 ഇംഗ്ലീഷ് കിട്ടാത്ത ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിരുന്നിട്ട് വേണം നിങ്ങൾക്ക് അടുത്ത എക്സാം എഴുതാൻ. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞങ്ങളുടെ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ദീപ്തീസ് അക്കാഡമി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് കൊമേഴ്സ് തമ്പാനൂർ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ഓൺലൈനും ഓഫ്ലൈൻ ക്ലാസ്സസ് ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ ആ ഒരു ടൈമിങ്ങിനനുസരിച്ച് ഇൻഡിവിജ്വൽ ക്ലാസ് ആണെങ്കിൽ അങ്ങനെ, റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ അങ്ങനെയും ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടി മേഴ്സി ചാൻസ് സപ്ലിമെൻ്ററി സ്റ്റുഡൻസ് ഒത്തിരി പേര് പഠിച്ചതാണ്. മോർ ദാൻ ഒരു 100-200 എബോവ് സ്റ്റുഡൻസ് ഞങ്ങൾക്കിപ്പോൾ കഴിഞ്ഞു. അവരെല്ലാവരും പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായി പഠിച്ചിട്ട് ഇനി എങ്ങനെ പഠിക്കും എന്നൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസ് ഒട്ടും ഡൗട്ട് അടിക്കേണ്ട. നിങ്ങൾക്ക് ദീപ്തീസ് അക്കാഡമി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് കൊമേഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങളെ ആ ഒരു ഡിഗ്രി ഈ വർഷം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ പാർട്ട് 1 ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ആവട്ടെ, BA BCom BScയുടെ ഇംഗ്ലീഷ് കിട്ടാത്തവരോ അല്ലെങ്കിൽ അതർ സബ്ജക്ട്സ് കിട്ടാത്തവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ബാച്ചസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ഒത്തിരി ഒമാനിലുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ഖത്തറിലുള്ള സ്റ്റുഡൻസിൻ്റെയൊക്കെ എൻക്വയറീസ് വന്നു. അപ്പോൾ ആ സ്റ്റുഡൻസിനനുസരിച്ച് അവർക്കൊന്നും ആ ഒരു ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ കൊടുത്ത് ഇൻഡിവിജ്വലായിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.